ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. ഇന്നും ഞാനൊരു ട്രാവൽ വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഫാമിലി എല്ലാവരും കൂടി ഒന്ന് വയനാട് വരെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് എടുത്ത വീഡിയോസൊക്കെ നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് കരുതിയിട്ടാണ് ഇന്നത്തെ വീഡിയോയുമായി വന്നിട്ടുള്ളത്. വീഡിയോ മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണണേ. വെൽക്കം ടു ജസ്ലാസ് കിച്ചൺ. അപ്പോൾ രാവിലെ സമയം 5 മണിയായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സുബഹി നിസ്കാരം കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ പുറപ്പെടാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിസ്കാരമൊക്കെ കഴിഞ്ഞ് എല്ലാവരും ഇതാ വണ്ടിയിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മൾ എൽഹം ബേബി നല്ല ഉറക്കിലാണ്. അങ്ങനെ വണ്ടിയിൽ കയറിയ പാടിന് അവൾ ഉറക്കത്തിൽ നിന്ന് എണീറ്റിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളെ കൂടെ ഉണ്ടായിരുന്നത് നാഫിൻ്റെ ഫാമിലിയും പിന്നെ നമ്മളെ വീട്ടിലുള്ളവരും പിന്നെ നാഫിൻ്റെ എളാപ്പാൻ്റെ മകനും മകളും ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങളുടെ അമ്മായി ഉണ്ടായിരുന്നു, ഉപ്പാടെ പെങ്ങളെ മകളും ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ റയാനുണ്ട് കേട്ടോ നമ്മളെ കൂടെ. അങ്ങനെ നമ്മൾ കോഴിക്കോട് എത്തിയ സമയത്ത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് വൈറ്റ് ഹൗസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റെസ്റ്റോറൻറ്റിലാണ് കയറിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞിട്ട് വേണം പോകാനായിട്ട്. കാരണം ഇവിടുന്ന് പിന്നാണ്ട് ചോരൊക്കെ കയറിയിട്ടുണ്ടെങ്കിൽ പിന്നെ ബ്രേക്ക്ഫാസ്റ്റിന് സമയമൊക്കെ കഴിയും. അപ്പോൾ നമ്മൾ ഒരു 9 മണിയായ സമയത്ത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി വന്നതാണ്. എൽഹം ബേബി അവളുടെ നൈറ്റ് തന്നെയാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. ഫുഡൊക്കെ കഴിക്കലെങ്കിൽ ഇവിടുന്ന് ഫ്രഷ് ആയതിൻ്റെ ശേഷമാണ് പിന്നെ നമ്മൾ തിരിച്ച് പോകുന്നത്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ എത്തിയിട്ടുണ്ട്. ജാഫുവാണ് ബ്രേക്ക്ഫാസ്റ്റിന് ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അത്യാവശ്യം ഹെവി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് തന്നെ ആയിരുന്നു. പുട്ടുണ്ടായിരുന്നു, കടലക്കറി ഉണ്ടായിരുന്നു, പിന്നെ അതുപോലെ തന്നെ വെള്ളപ്പം ഉണ്ടായിരുന്നു, മട്ടൻ സ്റ്റ്യൂ ഉണ്ടായിരുന്നു, പിന്നെ അതേപോലെ ബൂരി ഉണ്ടായിരുന്നു, അതിലേക്കുള്ള ബജിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ഫിഷ് കറി ഉണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു. പൊറോട്ട ഉണ്ടായിരുന്നു. അപ്പോൾ ബൂരി അപ്പുറത്തുള്ള ടീംസ് ഓർഡർ ചെയ്ത് കണ്ടപ്പോൾ എനിക്ക് കഴിക്കാൻ മതിയായപ്പോൾ പിന്നെ ഇവിടെ ഒന്ന് ഓർഡർ ചെയ്താണ്. പിന്നെ നല്ലൊരു ചായയും കുടിച്ചിട്ട് പിന്നെ നമ്മൾ അവിടുന്ന് പോരുകയാണ് ചെയ്തത്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് തന്നെ അത്യാവശ്യം നല്ല ഉഷാറായിട്ട് തന്നെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ മുന്നേ മൂന്നാറിലോ ഇടുക്കിയിലൊക്കെ പോയ സമയത്ത് വിളിച്ചിട്ടുണ്ടായിരുന്നു സെയിം ഡ്രൈവർ തന്നെയാണ് ഇപ്രാവശ്യം വിളിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പിന്നെ എന്താ പറയുക, കുറച്ചും കൂടി നമുക്ക് കംഫർട്ടബിളായിട്ട് പോകാനൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വണ്ടിയിൽ കയറാൻ പോവുകയാണ്. ഒരു 10 മണിയൊക്കെ ആയ സമയത്ത് തന്നെ നമ്മൾ അവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് പുറപ്പെട്ടിട്ടുണ്ടായിരുന്നു. ചുരത്തിൽ നല്ല ബ്ലോക്കായിരുന്നു. അവിടെ എന്തോ ഒരു വണ്ടി കംപ്ലൈൻ്റ് ആയിട്ട് നല്ല ബ്ലോക്കായിരുന്നു. അപ്പോൾ ഉമ്മ കൊടുത്തിട്ടുണ്ടായിരുന്ന കുറച്ച് നട്ട്സും കാര്യങ്ങളൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മൾ ഈ ട്രിപ്പ് പോകുന്നത് ഡിസംബർ 23-ാം തീയതിയാണ്. അപ്പോൾ ഒരു വെക്കേഷൻ ടൈം ആയതുകൊണ്ട് തന്നെ എല്ലായിടത്തും ഭയങ്കര റഷായിരുന്നു. നമുക്ക് വണ്ടിയൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. രാത്രി 2 മണിക്കാണ് നമുക്ക് വണ്ടി കൺഫേം ആയിട്ടുണ്ടായിരുന്നത്. മുന്നേ മൂന്നാറിൽ പോയ സമയത്തും ഇതേ അവസ്ഥ തന്നെയായിരുന്നു. അങ്ങനെ നമ്മൾ ഒരുപാട് നേരം ബ്ലോക്കിൽ നിന്നിട്ടുണ്ടായിരുന്നു. 2 മണിക്കൂറോളം നിന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മളിവിടെ ഒരു ഏകദേശം ഒരു 1:30-2 മണി ആ ഒരു സമയത്താണ് വയനാട്ടിൽ എത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കറക്റ്റ് ലഞ്ചിൻ്റെ ടൈമായിരുന്നു. അപ്പോൾ നമ്മൾ ലഞ്ച് കഴിച്ചിട്ട് പോകാമെന്ന് കരുതി. അപ്പോൾ കുറച്ച് പേര് സാധാ റൈസാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നും ഈ ഒരു ബിരിയാണി മന്തി കാര്യങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ സാധാ ചോറ് മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് ടീംസ് ഉണ്ട്, എന്നും ബിരിയാണി കഴിച്ചാലും മടുക്കാത്ത കുറച്ച് ടീംസ് ഉണ്ട്. അവർ പതിവ് പോലെ തന്നെ ബിരിയാണി കാര്യങ്ങളൊക്കെ തന്നെയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ എൽഹം ബേബിക്ക് ഫുഡ് കൊടുക്കുന്ന ടാസ്ക്കാണ്. അപ്പോൾ നല്ല അയക്കൂറ പൊരിച്ചതും സാദാ ചോറും ഉപ്പേരിയും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ലഞ്ചൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇതാ ബിരിയാണീൻ്റെ ടീംസ് വേറെ ഭാഗത്താണ് ഇരിക്കുന്നത്. അങ്ങനെ ഫുഡൊക്കെ കഴിക്കൽ കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ നമ്മൾ വീണ്ടും പോവുകയാണ്. ഇപ്പോൾ നമ്മൾ പോകുന്നത് വയനാട് കാരപ്പുഴ പാർക്കിലേക്കാണ് പോകുന്നത്. അപ്പോൾ അവിടെ പോയി നോക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ മുന്നേ വയനാട്ടിൽ വന്ന സമയത്ത് നമ്മൾ പോവാത്ത സ്ഥലത്തേക്കാണ് ഇപ്പോൾ പോകുന്നത്. അപ്പോൾ കുറച്ച് അഡ്വഞ്ചറും കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥലത്തേക്ക് പോകാമെന്ന് പറഞ്ഞപ്പോൾ കാരപ്പുഴ പാർക്കിൻ്റെ ആ ഭാഗത്തേക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. ഉച്ചക്കത്തെ ഫുഡ് കഴിച്ചുകൊണ്ട് തന്നെ എല്ലാവരും നല്ല ഉറക്കിലാണ്. അപ്പോൾ എന്താ പറയുക, നമ്മൾ എൽഹം ബേബി നീലക്കട ഉറങ്ങുന്നുണ്ട്. ജാഫു നാഫിയൊക്കെ ഭയങ്കര ഉറക്കിലാണ്. ജാഫു മാസ്കൊക്കെ ഇട്ടിട്ടാണ് കിടന്ന് ഉറങ്ങുന്നത് തന്നെ. പിന്നെ ഈ ട്രിപ്പിലും ചെറിയ ബ്രദറും വൈഫും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. അവർ എറണാകുളം പോയിട്ടുണ്ടായിരുന്നു. അവളെ കുടുംബത്തിലൊക്കെ ഒന്ന് പോകാമെന്ന് കരുതിയിട്ട് പോയതായിരുന്നു. ആ ഒരു സമയത്താണ് നമ്മൾ പെട്ടെന്നൊരു ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നതും. അതുപോലെ തന്നെ എന്താ പറയുക, പെട്ടെന്നുള്ള ഒരു തട്ടിക്കൂട്ടി ട്രിപ്പ് ആയതുകൊണ്ട് തന്നെ അവർക്കതിൽ പങ്കെടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അവരേതായാലും പോയതല്ലേ എന്ന് കരുതിയിട്ട് 2-3 ദിവസം കഴിഞ്ഞിട്ട് വരുന്നുണ്ടാവുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ഈ ട്രിപ്പിലും അവർക്ക് വരാൻ പറ്റാതായത്. അങ്ങനെ എന്താ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തിട്ട് പാർക്കിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അമ്മായി ആദ്യമായിട്ടാണ് വയനാട് വരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ബാക്കിയുള്ളവരൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ വയനാട്ടിൽ തന്നെ ഒരുപാട് സ്ഥലങ്ങൾ കാണാനുള്ളതുകൊണ്ട് നമ്മൾ ഇത്തവണ കാണാത്ത സ്ഥലങ്ങൾ പോയി കാണാമെന്നുള്ള ഒരു ഇതിലാണ് ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെ ഗെയിൻ സ്വിങ് ഉണ്ട്. അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് നമ്മൾ ഇങ്ങോട്ട് വന്നിട്ടുള്ളത്.
മുന്നേ ഞാൻ ഷോർട്ട് വീഡിയോ ആക്കിയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു സംഭവത്തിലാണ് നമ്മളിപ്പോൾ കയറാൻ പോകുന്നത്. അപ്പോൾ ഇത് കണ്ടിട്ട് കയറണോ കയറണ്ടേ എന്നൊക്കെ അവിടെ നിന്ന് ഭയങ്കര ചർച്ച ആയിരുന്നു. പക്ഷേ എന്തായാലും ഇത് കയറാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അത്രയും റിസ്ക് എടുത്തിട്ട് ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്തായാലും ഇതിൽ കയറാമെന്ന് വിചാരിച്ച് അതിന് ഒരുപാട് നേരം ക്യൂ നിന്നതിന് ശേഷമാണ് നമുക്കിതിൽ കയറാൻ പറ്റിയിട്ടുള്ളത്. അപ്പോൾ ഓരോരുത്തരും ഇങ്ങനെ സമയം ആവണതിനനുസരിച്ചിട്ട് കയറണോ കയറണ്ടേ ക്യാൻസലാക്കിയാലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. മെയിനായിട്ട് പറഞ്ഞിരുന്നത് ജാഫു നാഫിയൊക്കെയാണ് നമുക്കിതിൽ നിന്ന് കയറണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ജാഫു പേടിച്ചിട്ട് മാസ്ക് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞങ്ങളെല്ലാവരും കൂടി മാസ്ക് ഇടാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ അവിടുന്ന് മാറ്റിയിട്ടുണ്ടായിരുന്നു, അതൊക്കെ പൊട്ടിച്ച് മാറ്റിയിട്ടുണ്ടായിരുന്നു. അവന് പേടിച്ച് കരയണത് ആരും കാണണ്ടെന്നൊക്കെ കരുതിയിട്ടാണ് മാസ്ക് ഇട്ടിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇതാ ഞങ്ങൾ മൂന്നാളും കൂടിയാണ് കയറാൻ പോകുന്നത്. പിന്നെ ഷംസിയും ഷാമിലും നാജിയും കൂടിയാണ് അടുത്ത റൗണ്ടിൽ കയറാൻ പോകുന്നത്. അപ്പോൾ ഒരു ഇതിൽ 3 പേർക്കാണ് കയറാൻ പറ്റുക. അപ്പോൾ ഞങ്ങളിതാ കയറാൻ പോവുകയാണ്. അപ്പോൾ എനിക്ക് ചെറിയൊരു പേടി ഉണ്ടായിരുന്നു, എന്നാലും ഓവറായിട്ട് പേടിയൊന്നും ഉണ്ടായിരുന്നില്ല. ജാഫുവിനും നാഫിക്കും നല്ലോണം പേടി ഉണ്ടായിരുന്നു. അങ്ങനെ ഇതാ സെൻട്രലിലുള്ള സീറ്റിൽ നാഫി ഇരിക്കും എന്ന് പറഞ്ഞിട്ട് ഭയങ്കര പ്രശ്നമൊക്കെ ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ അവിടെ എത്തിയ സമയത്ത് ജാഫുവിനോടാണ് സെൻട്രലിൽ ഇരിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇത് അവർ സീറ്റ് ബെൽറ്റും കാര്യങ്ങളൊക്കെ ഇട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളിങ്ങനെ പറയണേ എല്ലാവരും ഇങ്ങനെ ആടിയിട്ട് ഇതിൻ്റെ കമ്പിക്കൊക്കെ എന്തെങ്കിലും പറ്റിയിട്ടുണ്ടാവുമോ അല്ലെങ്കിൽ ഇത് പൊട്ടുമോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടാണ് ഇങ്ങനെ ഫുൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇതാ നമ്മൾ ആകാശത്തേക്ക് ഇങ്ങനെ ഉയർത്തി കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഉയർത്തി കൊണ്ടുപോകുമ്പോൾ ഭയങ്കര ഒരു പേടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ. എന്നിട്ട് കുറച്ച് നേരം അവിടെ ഹോൾഡ് ചെയ്ത് വെച്ചിട്ടാണ് ഇങ്ങനെ വിടുന്നത്. അപ്പോൾ എന്താ പറയുക, ശരിക്കും ഊഞ്ഞാൽ പൊട്ടിയിട്ട് വീണതാണെന്ന് തന്നെ വിചാരിച്ച് പോയിരുന്നു. ഞാനൊക്കെ കണ്ണും വീട്ട് അത്യാവശ്യം നല്ലോണം സൗണ്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. ഫസ്റ്റിൽ ആ ഒരു ഇടുമ്പോഴുള്ള ആ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ, പിന്നെ വലിയ കുഴപ്പമൊന്നും ഇല്ലാതെ ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നു. പക്ഷേ ഇതിന് അത്യാവശ്യം നല്ല നേരം ക്യൂ നിൽക്കണം കേട്ടോ. അപ്പോൾ ഇവർ വീഡിയോ എടുത്തവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ജാഫുവിൻ്റെ എക്സ്പ്രഷനാണ് ശരിക്കും കാണേണ്ടത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഇത് കയറി കഴിഞ്ഞിട്ട് അടുത്ത റൗണ്ട് കയറാൻ പോകുന്നവരെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ പിന്നെ ഞാൻ ആ ഭാഗത്തേക്ക് പോയതാണ്. അങ്ങനെ ഇതാ ഷംസിയും നാജിയും ഷാമിലൊക്കെ അടുത്തതിൽ കയറിയിട്ടുണ്ട്. നാജിക്ക് പൊതുവേ അഡ്വഞ്ചർ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഷംസിക്ക് ഇഷ്ടമാണ്, പക്ഷേ ഷംസി ഭയങ്കര പേടിൻ്റെ ആളാണ്. അപ്പോൾ നമുക്ക് ശരിക്കും ആ ഒരു സമയത്ത് അല്ലാന്ന് പോലും പറയാനായിട്ട് പറ്റില്ല. ആ ഒരു സമയത്തൊക്കെ ഷംസി വലിയ വലിയ ഡയലോഗുകളൊക്കെ പറയുന്നുണ്ട്. എനിക്ക് കണ്ണ് കാണില്ല, എൻ്റെ കണ്ണ് പോയി അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര രസമായിരുന്നു അവളുടെ ആ ഒരു എക്സ്പ്രഷനും കാര്യങ്ങളൊക്കെ. ചുറ്റുള്ളവരൊക്കെ ഭയങ്കര ചിരിയായിരുന്നു. ഈ 3 ടീംസ് ഇവിടെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ ഈ ചെടിയുള്ള എല്ലാ ഭാഗത്തും ചുറ്റിപ്പറ്റി നിൽക്കും. അപ്പോൾ അമ്മായി ചുറ്റിപ്പറ്റി നിന്നതിൻ്റെ രഹസ്യം ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. കയ്യിലൊരു ചെറിയ ചെടിൻ്റെ കഷ്ണം ഉണ്ട്. അപ്പോൾ അത് വല്ല ബാഗിലേക്ക് ഇടുന്ന പരിപാടിയിലാണ്. പൂവിന്റെ വിത്ത് ഇതിലെന്താണ് കൊറേ വിത്തുകളൊക്കെ മുതലായി. ഉമ്മയാണെന്നുണ്ടെങ്കിൽ കുറേ ചെടീൻ്റെ വിത്തും സാധനങ്ങളൊക്കെ ഒപ്പിച്ച് ബാഗിലൊക്കെ ഇട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ ഫ്ലവർ ഷോ കാണാനാണ് പോയിട്ടുണ്ടായിരുന്നത്. ആ ഒരു സമയത്ത് അവിടെ ഫ്ലവർ ഷോ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മളെല്ലാവരും ടിക്കറ്റൊക്കെ എടുത്തിട്ട് അങ്ങോട്ട് കാണാൻ പോയതാണ്. അപ്പോൾ സുബിതാത്താക്കും ഉമ്മാക്കും അതുപോലെ അമ്മായിക്കും ഒക്കെ ചെടീൻ്റെ ഒരു ഇത് കാണുന്നുള്ളത് വലിയൊരു ഇഷ്ടമുള്ളൊരു സംഭവമാണ്. അപ്പോൾ കാണാനും അത്യാവശ്യം നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അവിടെ നല്ല ചെടികളൊക്കെ ഫുൾ സെറ്റ് ചെയ്ത് വെച്ച് കാണാനൊക്കെ നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ വന്നത് ഇവർക്കൊക്കെ ഭയങ്കരമായിട്ട് മുതലായി എന്ന് പറഞ്ഞ പോലെ ഇരുന്ന് ഇത് ഇങ്ങനെ കാണാനായിട്ട് നല്ല രസമുണ്ടായിരുന്നു. ബൊക്കെ പോലെ അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒക്കെ ഒറിജിനൽ ഫ്ലവേഴ്സാണ് കേട്ടോ. കണ്ടാൽ നമ്മൾ പ്ലാസ്റ്റിക് ആണെന്ന് വിചാരിച്ചു പോവും, പക്ഷെ ഒക്കെ ഒറിജിനൽ ഫ്ലവേഴ്സാണ്. നല്ല ഭംഗിയിലൊക്കെ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഫ്ലവർ ഷോ നടക്കുന്ന സംഭവം നമുക്കറിയില്ലായിരുന്നു. അപ്പോൾ പോകുന്ന സ്ഥലത്തൊക്കെ ഇങ്ങനെ പോസ്റ്റർ കണ്ട സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു ഇവിടെ ഫ്ലവർ ഷോ നടക്കുന്നുണ്ട്, അപ്പോൾ പറ്റുകയാണെങ്കിൽ നമുക്ക് അവിടെ പോകാമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ നമ്മൾ ആ പാർക്കിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞതിന് ശേഷം പിന്നെ നമുക്ക് ഇരുട്ടായതുകൊണ്ട് എവിടെയും കയറാനൊന്നും ഇല്ലായിരുന്നു. പിന്നെ നേരെ റൂമിലേക്ക് പോകുമായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്താണ് ഈ ഫ്ലവർ ഷോൻ്റെ ഇവിടെ എത്തിയപ്പോൾ നമുക്ക് എന്നാൽ ഇവിടെ ഒന്ന് കയറിയിട്ട് കുറച്ച് നേരം ഇവിടെ സ്പെൻഡ് ചെയ്തിട്ട് പോകാമെന്ന് വിചാരിച്ചത്. നമ്മളൊരു 7:30 സമയമായപ്പോഴേക്കും ഈ ഒരു ഭാഗത്ത് എത്തിയിട്ടുണ്ടായിരുന്നു. നല്ല ഭംഗിയുള്ള പൂക്കളും ചെടികളും ഒക്കെ ആയിട്ട് നല്ല രസത്തിൽ തന്നെയാണ്. ഇതൊക്കെ ഒറിജിനലാണ്. കണ്ട നമ്മൾ പ്ലാസ്റ്റിക് ആണോ എന്ന് വിചാരിച്ചു പോകും. അത്രയ്ക്ക് എന്താ പറയുക, നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. പല പല മോഡലിലായിട്ട് ഏതൊക്കെ വീഡിയോയിൽ എടുക്കണം എന്നുള്ളത് പോലും അറിയില്ലായിരുന്നു കേട്ടോ. കാരണം എല്ലാം ഒന്നിനൊന്ന് മെച്ചെന്ന് പറഞ്ഞ പോലെയായിരുന്നു. ഉമ്മാക്കും സുബിതാത്താക്കും അമ്മായിക്കൊക്കെ ഇതൊക്കെ കണ്ടിട്ട് കണ്ണങ്ങോട്ട് മഞ്ഞളിച്ച് പോയി എന്ന് പറഞ്ഞ പോലെ ആയിരുന്നു. അവരുടെ മുഖത്ത് ചിരി തന്നെ കാണണമായിരുന്നു ഇതൊക്കെ കണ്ട സമയത്ത്. ഇതൊക്കെ പക്ക ഒറിജിനലി ഫ്ലവേഴ്സാണ്.
ഇതിമേലൊന്നും തൊടാനൊന്നും പാടില്ല. തൊടുമ്പോൾ അവരിങ്ങനെ വിസിലടിക്കുന്നുണ്ട്. അപ്പം ഞാൻ ആദ്യം എന്ത് ശ്രദ്ധിച്ചിരുന്നില്ല. പിന്നെയാണ് മനസ്സിലായത് ഇതിമ തൊടുമ്പോഴാണ് അവരിങ്ങനെ തൊടാൻ പാടില്ല എന്ന് പറയുകയാണെന്നുള്ളത്. ഇതൊക്കെ ഒറിജിനൽ ചെടികളാണ്. കണ്ടിട്ടുണ്ടെങ്കിൽ പ്ലാസ്റ്റിക് ആണെന്ന് തന്നെ വിചാരിക്കുകയുള്ളൂ. ചെറിയ ചെറിയ ചട്ടികളിലാക്കിയിട്ടാണ് അവർ ഇതോടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. പല തരത്തിലുള്ള വെറൈറ്റി ചെടികളും നല്ല രസത്തിലാക്കിയിട്ട് ഇവർ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ എത്രമാത്രം ഇതിൽ കാണാൻ പറ്റുന്നൊന്നും അറിയില്ല. പക്ഷെ നേരിട്ട് കാണാനായിട്ട് നല്ല രസം തന്നെ ആയിരുന്നു. അപ്പോൾ എന്താ പറയുക, വന്നത് എല്ലാവർക്കും ഒരുപോലെ മുതലായി എന്ന് പറഞ്ഞ പോലെയാണ്. പിന്നെ അവിടെ ഒരുപാട് സ്റ്റാളുകളും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഭാഗത്തൊക്കെ ഫുള്ള് കടലാസ് പൂവും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഉമ്മക്ക് പിന്നെ കുറേ ചെടീൻ്റെ പേരും കാര്യങ്ങളൊക്കെ അറിയാം. കാരണം ഉമ്മ ഈ യൂട്യൂബിൽ ഇരുന്നിട്ട് ഇതന്നെ ഫുൾ സെർച്ചിങ് ആണ്. ഈ ചെടികളുടെ പേരും ചെടികൾ എങ്ങനെയൊക്കെ ശ്രദ്ധിക്കാന്നുള്ളതൊക്കെ ഉമ്മ നോക്കണോണ്ട് ഉമ്മക്ക് എല്ലാതിൻ്റെ അറിയാം. പിന്നെ അങ്ങനെ കുറേ സ്റ്റാളുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ കുറേ വിത്തുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ പഴയകാല മിഠായി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റാൾ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ നമ്മൾ കുറേ മിഠായികളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പണ്ടത്തെ എന്താ പറയുക മിഠായികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒരു നൊസ്റ്റാൾജി ആണല്ലോ. അപ്പോൾ നമ്മൾ കുറേ മിഠായിയും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പല പല മിഠായികളുണ്ടായിരുന്നു. ചിലതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല. അപ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു സാധനമൊക്കെ പണ്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതിപ്പോൾ എന്താ സംഭവം എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ എന്താ പറയുക, കാണുമ്പോഴിങ്ങനെ ഒരു ഭയങ്കര ഒരു നൊസ്റ്റാൾജി കാണില്ല. അങ്ങനെ ഈ ഒരു സാധനമൊക്കെ നമ്മൾ ചെറുതായിരുന്ന സമയത്ത് ഒരുപാട് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഈ ഒരു സാധനം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ മിഠായി ഇത് എവിടെ കണ്ടാലും ഞാൻ വാങ്ങിച്ച് കഴിക്കും. അതിനോടൊരു പ്രത്യേക ഒരു ഇഷ്ടമാണത്. പിന്നെ കുറേ കടലകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ പിന്നെ ഇങ്ങനത്തെ മിഠായികളും കാര്യങ്ങളൊന്നും കാണാൻ പോലും കിട്ടണില്ല. ഇതുപോലെയൊക്കെ വല്ല എക്സ്പോക്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പോകുമ്പോൾ മാത്രമാണ് ഇങ്ങനത്തെ മിഠായികൾ തന്നെ കാണാൻ കിട്ടുന്നത്. അങ്ങനെ നമ്മൾ അവിടുന്ന് കുറച്ച് മിഠായിയും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് പോണ വഴിക്കലൊക്കെ കഴിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ മിഠായും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ആയിട്ട് പിന്നെയും ഒരുപാട് ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഹൽവയുടെ ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അവിടുന്ന് ഹൽവൊക്കെ വാങ്ങിച്ചിട്ട് തന്നെയാണ് പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ എന്താ പറയുക, ഒരു ചിപ്സിൻ്റെ ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ നിന്ന് കുറച്ച് നിലുവിന് കുറച്ച് ചിപ്സൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഫ്രൈ ചെയ്ത് വെച്ചതുകൊണ്ടാണ്. പിന്നെ നമുക്ക് ഫ്രൈ ചെയ്തിട്ട് ഉപയോഗിക്കാൻ പറ്റിയതൊക്കെ ഉണ്ട്. പിന്നെ കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള പല സാധനങ്ങളും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. പിന്നെ ഹൽവൻ്റെ ഷോപ്പിലെത്തിയപ്പോൾ നമ്മൾ എല്ലാ ഹൽവകളും ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ടേസ്റ്റ് ചെയ്ത് നോക്കാൻ ഇന്നെ കഴിച്ചിട്ട് വേറെ ആരുള്ളൂ എന്ന് പറഞ്ഞ കാര്യമാണ്. ഞാൻ എന്താ പറയുക, ഫ്രീ ആയിട്ട് കിട്ടിയല്ലേ എന്ന് കരുതിയിട്ട് എല്ലാം ഒന്ന് ടേസ്റ്റ് നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ അപ്പോൾ ടേസ്റ്റ് നോക്കി പോകുന്നില്ല അവിടുന്ന്. പിന്നെ നമ്മളവിടുന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു 2 ഫ്ലേവറുള്ള ഹൽവകൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഹൽവ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗോതമ്പിൻ്റെ ഹൽവ ആയിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ വേറെ ഏതോ ഒരു ഹൽവയും കൂടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ സാധാരണ ഈ ചുവപ്പും കറുപ്പൊക്കെ നമ്മൾ എപ്പോഴും കഴിക്കണ തന്നെയല്ല. അപ്പോൾ കുറച്ച് വെറൈറ്റി ഐറ്റംസ് കിട്ടും. അപ്പോൾ അതൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതൊരു തരം ശർക്കരയാണ്, കരിപ്പെട്ടി എന്നൊക്കെ പറയും. അപ്പോൾ അതും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഈ ജലദോഷവും ഇതൊക്കെ ഉള്ള സമയത്ത് കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഇതാണത്. പിന്നെ എന്താ പറയുക, ഈ ഒരു പല്ലി സാധനങ്ങളൊക്കെ വരാതിരിക്കാനുള്ള അങ്ങനത്തെ ഒരു സാധനമൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ എല്ലാവർക്കും ഇങ്ങനെ മസാജിൻ്റെ ഇതൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അമ്മായി ഉപ്പൊക്കെ അവിടെ ഇരുന്നിട്ട് ഫ്രീ ആയിട്ട് അതൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു സാധനം ഒരുവിധം മിക്ക സ്റ്റാളുകളിലും കാണുന്നതാണ്. നല്ല ഭംഗിയിൽ പച്ചക്കറിയും കാര്യങ്ങളൊക്കെ മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് വീണ്ടും ചെടികളുടെ ആ ഒരു സെക്ഷനാണ്. പിന്നെ നമ്മൾ പാഷൻ ഫ്രൂട്ടിൻ്റെ കുറച്ച് വെറൈറ്റി ഐറ്റംസ് കിട്ടുന്ന ഒരു സ്റ്റാൾ കണ്ടിട്ടുണ്ടായിരുന്നു. പാഷൻ ഫ്രൂട്ടിൻ്റെ അച്ചാറുണ്ടായിരുന്നു. പിന്നെ അതുപോലെ പല ജാം ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് നമ്മളൊരു ഐസ്ക്രീം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു ചെറിയ ബോക്സിന് 50 രൂപ വരുന്നുണ്ട് കേട്ടോ. ഒറിജിനൽ ഐസ്ക്രീമാണെന്ന് പറഞ്ഞിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാനായിട്ട്. പിന്നെ നമ്മൾ പോയത് ക്രിസ്തുമസിൻ്റെ ആ ഒരു വെക്കേഷൻ ടൈമിലായതുകൊണ്ട് തന്നെ എല്ലായിടത്തും ഇതുപോലെ പുൽക്കൂടും സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാനിത് വ്ളോഗ് അപ്ലോഡ് ചെയ്യാൻ ലേറ്റ് ആയത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീഡിയോസ് ഒന്നും എഡിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നമ്മളെ കല്യാണത്തിൻ്റെ ആ കുറച്ച് വ്ളോഗുകൾ ഉണ്ടായിരുന്നു അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് കാരണമാണ് ഇത് വീണ്ടും പെൻഡിങ്ങിലായത്. അപ്പോൾ ഇത് ഞാൻ 2 പാർട്ടാക്കിയിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഫസ്റ്റ് പാർട്ടാണിത്. ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് പിന്നീട് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ്. അങ്ങനെ നമ്മളിതാ അവിടെ നിന്ന് സ്നാക്സും ചായയൊക്കെ വാങ്ങിച്ച് കുടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ തന്നെ കരിമ്പ് ജ്യൂസിൻ്റെ ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കരിമ്പ് ജ്യൂസ്. അപ്പോൾ അവിടുന്ന് കുറച്ച് കരിമ്പ് ജ്യൂസൊക്കെ വാങ്ങി കുടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ നാട്ടിൽ 25 രൂപയുള്ള കരിമ്പ് ജ്യൂസിന് അവിടെ 50 രൂപ ആയിരുന്നു കേട്ടോ ഒരു ഗ്ലാസ് കരിമ്പ് ജ്യൂസിന്. പക്ഷേ നല്ല ഒരു റിഫ്രഷിങ് ഡ്രിങ്ക് ആണല്ലോ അത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമ്മൾ അവിടുന്ന് കരിമ്പ് ജ്യൂസൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ ലൈറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ച് ഒരു വാട്ടർഫോൾസ് പോലെയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല രസമൊക്കെ ഉണ്ടായിരുന്നു കാണാനായിട്ട്. പിന്നെ വേറൊരു സൈഡിലായിട്ടാണ് എൻ്റർടൈൻമെൻറ്റ് സെക്ഷനും കാര്യങ്ങളൊക്കെ വേറൊരു ഭാഗത്തായിട്ടാണ്. അപ്പോൾ അത്യാവശ്യം നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു.
അപ്പോൾ നമ്മൾ ഇവിടുന്ന് യന്ത്രഊഞ്ഞാലിൽ കയറിയിട്ടുണ്ടായിരുന്നു. ബാക്കി എല്ലാത്തിലും ഭയങ്കര ക്യൂ ആയിരുന്നു. യന്ത്രഊഞ്ഞാൽ കുറച്ചും കൂടി സ്പീഡുള്ളതായിട്ട് തോന്നിയപ്പോൾ പിന്നെ ഞങ്ങൾ അതിൽ കയറിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ 4 ആൾക്കാരെ കയറിയിട്ടുണ്ടായിരുന്നുള്ളൂ. ബാക്കിയുള്ള ടീംസൊന്നും കയറിയിട്ടുണ്ടായിരുന്നില്ല. പണ്ടൊക്കെ ഇതിൽ കയറുമ്പോൾ ഭയങ്കര ഒരു ഫീലായിരുന്നു. ഇപ്പോൾ പിന്നെ എന്താ അറിയില്ല, ഇതിൽ എത്ര കയറിയാലും ഒരു പേടിയും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ആ ഒരു ഭാഗത്തായിട്ട് തന്നെ ഒരു മ്യൂസിക് ഇവൻറ്റും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് നേരം അവിടെ ഇരുന്നതിന് ശേഷമാണ് പിന്നെ നമ്മൾ ഏകദേശം ഒരു 10 മണിയൊക്കെ ആയ സമയത്ത് പിന്നെ നമ്മൾ റൂമിലേക്ക് പോവുകയാണ്. അങ്ങനെ നമ്മൾ റൂമിലേക്ക് പോകുന്നതിന് മുന്നായിട്ട് തന്നെ രാത്രികത്തെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു റെസ്റ്റോറൻറ്റിൽ കയറിയിട്ടുണ്ട്. മസാഫി റെസ്റ്റോറൻറ്റിൽ കയറിയിട്ടുണ്ട്. പിന്നെ എല്ലാ റെസ്റ്റോറൻറ്റിലും ഭയങ്കര റഷാണ്. ഒന്നാമത് ഈ സീസൺ ടൈമാണല്ലോ, വെക്കേഷൻ ടൈം ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേര് വയനാട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ റെസ്റ്റോറൻറ്റിലും അത്യാവശ്യം നല്ല റഷായിരുന്നു. അപ്പോൾ നമുക്ക് പുറത്ത് അവർ സീറ്റിംഗ് റെഡിയാക്കി തന്നിട്ടുണ്ടായിരുന്നു. കാരണം ഉള്ളിലൊക്കെ ഭയങ്കര തിരക്കായതുകൊണ്ട് തന്നെ പുറത്തായിട്ടാണ് നമുക്ക് സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ ബട്ടർ നാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കിട്ടിയ പാടിന് ചൂടോടെ ബട്ടർ നാൻ അങ്ങനെ തന്നെ കഴിച്ച് പിന്നെയാണ് കറി വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ പെപ്പർ ചിക്കൻ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ജാഫു ഗീ റൈസ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതേപോലെ തന്നെ ചിക്കൻ കൊണ്ടാട്ടോ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ തന്തൂരി റൊട്ടി, പിന്നെ മറ്റുള്ള ടീംസ് കുറച്ച് റൈസിൻ്റെ ടീംസ് ഉണ്ട്, അവർ കുറച്ച് മന്തിയൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് ഈ ബ്രെഡ് ഐറ്റംസുകളാണ് കുറച്ചും കൂടി ഇഷ്ടം രാത്രിയൊക്കെ കഴിക്കാനായിട്ട്. മറ്റേ ടീംസിന് എപ്പോഴും ഈ റൈസിനോടാണ് കുറച്ചും കൂടി ഇഷ്ടമുള്ളത്. അങ്ങനെ അവർ മന്തിയാണ്, അൽഫാം മന്തിയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം പിന്നീട് റൂമിലേക്ക് പോകാമെന്ന് വിചാരിച്ച്. പിന്നെ റൂംസ് ആണെന്നുണ്ടെങ്കിലും എന്താ പറയുക, വെക്കേഷൻ ടൈം ആയതുകൊണ്ട് തന്നെ ഭയങ്കര റഷായിരുന്നു കേട്ടോ. റൂമുകളൊന്നും കിട്ടാൻ തന്നെ ഇല്ലായിരുന്നു. പിന്നെ നമ്മൾ പരിചയത്തിലുള്ള ഒരാളുടെ ഒരു കെയർ ഓഫിലാണ് നമുക്ക് ഒരു റൂംസും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഈ ഒരു റൂംസിൻ്റെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളാണ് ഇതിൽ ഫസ്റ്റായിട്ട് താമസിക്കുന്നത്. ഇതിൻ്റെ പണികളൊന്നും പൂർണ്ണമായിട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പൂർണ്ണമായിട്ടും പണി കഴിയാത്തത് കൊണ്ട് തന്നെ ഇവരിത് താമസത്തിന് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മളാണ് ഇത് ഫസ്റ്റായിട്ട് ഇതിൽ താമസിക്കാൻ പോകുന്നത്. നല്ല ഫ്രഷ് ആയിട്ടുള്ള റൂംസും കാര്യങ്ങളൊക്കെ തന്നെ ആയിരുന്നു. പണിയൊക്കെ പുതുതായി കഴിഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഒരേപോലെ റൂംസുകളാണ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. 3 റൂം ഒരുമിച്ചും പിന്നെ ഒരു റൂം സെപ്പറേറ്റ് ആണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ നാഫിയുടെ ഉമ്മാനും ഉപ്പാനും വേറെ സെക്ഷൻ റൂമിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു. നമ്മൾ കുറച്ച് ടീംസുകളൊക്കെ ഈ അടുപ്പിച്ചിട്ടുള്ള ഈ വില്ലകളിൽ തന്നെ ആയിരുന്നു നിന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ രാത്രിയായപ്പോൾ നമ്മൾ കള്ളനും പോലീസൊക്കെ കളിക്കാനും ഒക്കെ നിന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നല്ല രസമായിട്ടായിരുന്നു ഇന്നത്തെ ഒരു ദിവസം കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇതിന്റെ സെക്കൻഡ് പാർട്ട് ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അല്ല, ഒരു മിനിറ്റ്, ആരാ പോലീസ്? ആരാ കള്ളന്? എഴുതോട് പൊന്നോട്ട് എഴുതോട്. അപ്പോൾ ഇതാണ് വയനാട് ട്രിപ്പിൻ്റെ പാർട്ട് 1 അപ്പോൾ പാർട്ട് 2 ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പ്രീവിയസ് വീഡിയോസൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി പിന്നീട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.